ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഈസി മാത്ത് ഓൺലൈൻ ക്ലാസ്സസ്. മൈസെൽഫ് വിഷ്ണു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്ടേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങളുടെ ഇലക്ട്രോണിക്സിൻ്റെ മാത്തമെറ്റിക്സ് സെക്ഷനിലെ ഒന്നാമത്തെ മോഡ്യൂളായിട്ടുള്ള വെക്ടേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനിത് പറഞ്ഞു പോകുന്നു. പ്രോബ്ലം ഡിസ്കഷനാണ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. കാരണം നമ്മളൊരു ക്യാപ്സ്യൂൾ, എക്സാം ക്യാപ്സ്യൂളാണ്, ആ രീതിയിലാണ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പ്രോബ്ലവും നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ പ്രോബ്ലത്തിൻ്റെ അതിനാവശ്യമായിട്ടുള്ള ഐഡിയാസും അല്ലെങ്കിൽ തിയറിയും അതിൻ്റെ കൂടെ തന്നെ പറയും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ശ്രദ്ധിച്ചേ, ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് നാലാമത്തെ മോഡ്യൂൾ വെക്റ്റർ ഡിഫറൻഷിയേഷനും പഠിക്കാനുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാം ചോദ്യം നോക്കിയേ. ടു പാർട്ടിക്കിൾസ് ഹാവ് വെലോസിറ്റീസ് v1 is equal to I plus 3j plus 6k and v2 is equal to I minus 2k respectively. Find the velocity u of the second particle relative to the first. ഇത് റിലേറ്റീവ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വെലോസിറ്റി ഓഫ് സംതിങ് റിലേറ്റീവ് ടു അനദർ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫൈൻഡ് ദി റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദി സെക്കൻഡ് പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ യു ഈസ് ഈക്വൽ ടു, കണ്ടപ്പോൾ തന്നെ അറിയാം ഈ യു സ്ക്രിപ്റ്റിലായതുകൊണ്ട് അതൊരു വെക്റ്റർ ആണെന്ന് മനസ്സിലാക്കാം. യു വെലോസിറ്റി വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു, ഈ ആരുടെ വെലോസിറ്റി ആണോ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, സെക്കൻഡ് പാർട്ടിൻ്റെ വെലോസിറ്റിയാണ്, പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയാണ് നമുക്ക് ആവശ്യം. ആ വെലോസിറ്റി വെക്റ്ററിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വെക്റ്റർ മൈനസ് ചെയ്താൽ മതി. ഫിസിക്സിലെ റിലേറ്റീവ് വെലോസിറ്റി തന്നെയാണ്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ ബി, നിങ്ങൾ എന്താ ചെയ്യുക, വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് എ ചെയ്യത്തില്ലേ, അതേ ഐഡിയ തന്നെയാണിത്. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയിൽ നിന്ന് ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി മൈനസ് ചെയ്യാം. തിരിച്ച് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് ആണെങ്കിലോ v1 മൈനസ് v2 എടുത്താൽ മതി. ഫിസിക്സിലെ ആ റിലേറ്റീവ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് തന്നെയാണ്. ഈസ് ഈക്വൽ ടു, ഇവിടെ v2 ആരാണ്, I മൈനസ് 2k, വെക്ടറിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം, മൈനസ് v1, I പ്ലസ് 3j പ്ലസ് 6k മൈനസ് ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ I മൈനസ് I 0 I ആയി, മൈനസ് ഇവിടെ ഒരു ജെ ടൈം ഇല്ല ഫസ്റ്റ് വെക്ടറിൽ, സെക്കൻഡ് വെക്ടർ ജെ ടൈം ഉണ്ട്. സോ മൈനസ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് 3j, ദെൻ മൈനസ് 2k മൈനസ് 6k മൈനസ് 8k. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി. ഈ റിലേറ്റീവ് വെലോസിറ്റിയുടെ വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ ഈ വെക്ടറിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി, മാഗ്നിറ്റ്യൂഡ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുള്ള വൺ വേർഡ് ചോദ്യമാണ്. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. നോക്കി, 4 non-coplanar vectors A, B, C, D are positioned such that the line AD is perpendicular to BC and BD is perpendicular to AC. Show that CD is perpendicular to AB. അപ്പോൾ നമുക്കിതിൻ്റെ പൊസിഷൻ വെക്ടേഴ്സിനെ ഒന്ന് അടയാളപ്പെടുത്താം. ഈ എ എന്നുള്ള പോയിന്റ് പൊസിഷൻ വെക്ടർ എന്ന് വെച്ചാൽ ഒറിജിനിൽ നിന്ന് എയിലേക്ക് വരയ്ക്കുന്ന വെക്ടർ. എയുടെ പൊസിഷൻ വെക്ടർ ഞാനതിനെ OA എന്നെടുക്കുകയാണ്. എയുടെ പൊസിഷൻ വെക്ടർ OA is equal to വെക്ടർ A. അതുപോലെ ബിയുടെ പൊസിഷൻ വെക്ടർ OB is equal to വെക്ടർ B ആയിട്ടും, സിയുടെ പൊസിഷൻ വെക്ടർ OC is equal to വെക്ടർ C ആയിട്ടും, ഡിയുടെ പൊസിഷൻ വെക്ടർ OD is equal to വെക്ടർ D ആയിട്ട് എടുക്കുന്നു. ABCD എല്ലാവരുടെയും പൊസിഷൻ വെക്ടേഴ്സ് എടുത്തു. ക്വസ്റ്റ്യന് പറഞ്ഞേക്കുന്നത് AD is perpendicular to BC ആണെന്നാണല്ലേ. സിൻസ് AD പെർപെൻഡിക്കുലർ ടു എന്തായതുകൊണ്ട്, BC ആയതുകൊണ്ട്, AD പെർപെൻഡിക്കുലർ ടു BC ആയതുകൊണ്ട്, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 അല്ലേ. ഡോട്ട് പ്രോഡക്റ്റിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് AD പെർപെൻഡിക്കുലർ ടു BC ആയതുകൊണ്ട് തന്നെ AD ഡോട്ട് പ്രോഡക്റ്റ് BC വിച്ച് ഇസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് AD കിട്ടാൻ വേണ്ടി ഡിയുടെ പൊസിഷൻ വെക്ടറിൽ നിന്ന് എയുടെ പൊസിഷൻ വെക്ടർ മൈനസ് ചെയ്താൽ മതി. ഡിയുടെ പൊസിഷൻ വെക്ടർ ആരാ, സ്മോൾ ഡി, മൈനസ് ഡിയുടെ പൊസിഷൻ വെക്ടറിൽ നിന്ന് എയുടെ പൊസിഷൻ വെക്ടർ D മൈനസ് A ഡോട്ട് പ്രോഡക്റ്റ് BC എടുക്കുമ്പോൾ സിയുടെ പൊസിഷൻ വെക്ടറിൽ നിന്ന് ബിയുടെ പൊസിഷൻ വെക്ടർ മൈനസ് ചെയ്താൽ മതി, C മൈനസ് B വിച്ച് ഇസ് ഈക്വൽ ടു 0. ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. രണ്ടാമത് പറയുന്നത് BD ഈസ് പെർപെൻഡിക്കുലർ ടു AC എന്ന് പറയുന്നുണ്ട് അല്ലേ. അതോടെ എഴുതാം, സിൻസ് BD ഈസ് പെർപെൻഡിക്കുലർ ടു, BD വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു, BD പെർപെൻഡിക്കുലർ ടു AC ആയതുകൊണ്ട് തന്നെ നമുക്ക് BD വെക്ടറിൻ്റെയും ആരുടെയും AC വെക്ടറിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് 0 എന്ന് എഴുതാമല്ലോ. BD എന്ന് വെച്ചാൽ നേരത്തെ പോലെ D മൈനസ് B ഡോട്ട് പ്രോഡക്റ്റ് ഫൈനലിൽ നിന്ന് ഇനിഷ്യൽ വെക്ടർ കുറയ്ക്കുക, C മൈനസ് A ഈസ് ഈക്വൽ ടു 0 എന്നറിയാം. ഇവൻ ഇക്വേഷൻ നമ്പർ 2 എന്നെടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് CD പെർപെൻഡിക്കുലർ ടു AB എന്നാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 1 ഉം 2 കൂടെ പരസ്പരം ഇക്വേറ്റ് ചെയ്യാണ്, കാരണം രണ്ടുപേരിലും 0 ഉണ്ട്. സോ ഫ്രം 1 and 2, ഇക്വേഷൻ നമ്പർ 1 ഉം ഇക്വേഷൻ നമ്പർ 2 എടുത്താൽ ഇംപ്ലൈസ് 1 and 2 ഇംപ്ലൈസ് ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് നമുക്ക് എന്താ കിട്ടുന്നത്, D മൈനസ് A
ഡോട്ട് പ്രോഡക്റ്റ് സി മൈനസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു ഡി മൈനസ് ബി ഡോട്ട് പ്രോഡക്റ്റ് സി മൈനസ് എ. ഡോട്ട് എടുക്കാം. ആദ്യം ഡി ഡോട്ട് സി, ഡി ഡോട്ട് സി അകത്തേക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഡി ഡോട്ട് സി മൈനസ് ഡി ഡോട്ട് ബി മൈനസ് എ ഡോട്ട് സി പ്ലസ് എ ഡോട്ട് ബി. അതുപോലെ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ ഡി ഡോട്ട് സി മൈനസ് ഡി ഡോട്ട് എ മൈനസ് ബി ഡോട്ട് സി അതുപോലെ മൈനസ് പ്ലസ് എ ഡോട്ട് ബി അല്ലെങ്കിൽ ബി ഡോട്ട് എ. എ ഡോട്ട് ബിയും ബി ഡോട്ട് എ ഈക്വൽ ആണ്. ഇതിൽ ക്യാൻസൽ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അതാ ഇവിടെ ഡി ഡോട്ട് സിയും ഇവിടുത്തെ ഡി ഡോട്ട് സിയും ക്യാൻസലായി പോവും. പിന്നെ ഉള്ളത് എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും ക്യാൻസലായി പോവും. പിന്നെ കുറേ നെഗറ്റീവ് ടേമുകളും പോസിറ്റീവ് ടേമുകളും ഉണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, റൈറ്റ് സൈഡിലുള്ള നെഗറ്റീവുകളെ മുഴുവൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. സോ എന്താ കിട്ടുക? ഡി ഡോട്ട് എ അത് പോസിറ്റീവാണ്, മൈനസ് ബി മൈനസ് അല്ല പ്ലസ് ബി ഡോട്ട് സി മൈനസ് ഡി ഡോട്ട് ബി മൈനസ് എ ഡോട്ട് സി വിച്ച് ഇസ് ഈക്വൽ ടു 0. നിങ്ങൾ നോക്കിയേ, ഞാൻ ഈ ടേമുകൾ എടുക്കുമ്പോൾ ഇവിടെ ഒരു ഡി ഡോട്ട് എയും മൈനസ് ഡി ഡോട്ട് ബി ഉണ്ട്. അവിടെ രണ്ടിടത്തും ഡി കോമൺ ആയിട്ടുണ്ട്. ഇവിടെ ഒരു ബി ഡോട്ട് സിയും ഒരു എ ഡോട്ട് സിയും ഉണ്ട്. അവിടെ സി കോമൺ ആയിട്ടുണ്ട്. സോ അങ്ങനെ ഞാൻ ക്ലബ് ചെയ്തിട്ട് രണ്ട് ടേമിൽ നിന്നും കോമൺ ആൾക്കാരെ പുറത്തെടുത്താൽ ആദ്യത്തെ ആളെ നിന്നും മൂന്നാമത്തെ ആളെ നിന്നും ഡി അങ്ങ് പുറത്തെടുത്താൽ ഡി വെക്റ്റർ ഡോട്ട് പ്രോഡക്റ്റ് എ മൈനസ് ബി. അതുപോലെ പ്ലസ് അടുത്ത രണ്ട് ടേമുകളിൽ നിന്ന് ഞാൻ സി അങ്ങ് പുറത്തെടുത്താൽ സി ഡോട്ട് ബി മൈനസ് എ വിച്ച് ഇസ് ഈക്വൽ ടു 0. പക്ഷേ ഫസ്റ്റ് ബ്രാക്കറ്റിനകത്ത് എ മൈനസ് ബി ആണ്, സെക്കൻഡ് ബ്രാക്കറ്റിനകത്ത് ബി മൈനസ് എ ആണ്. ഒരു മൈനസ് കൂടെ പുറത്തെടുത്തിരുന്നെങ്കിൽ ശരിയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവനെ അങ്ങ് ബി മൈനസ് എ ആക്കാം. അപ്പോൾ ഒരു മൈനസ് ഡി വെക്റ്റർ ഡോട്ട് എ മൈനസ് ബിക്ക് വരെ എന്ത് കൊടുത്തു? ഞാൻ ബി മൈനസ് എ എന്ന് കൊടുത്തു, പ്ലസ് സി ഡോട്ട് ബി മൈനസ് എ വിച്ച് ഇസ് ഈക്വൽ ടു 0. ഈ ടേമിൽ നിന്നും കോമൺ ആയിട്ട് ബി മൈനസ് എ പുറത്തെടുത്താൽ ബി മൈനസ് എ ഡോട്ട് പ്രോഡക്റ്റ് ബി മൈനസ് എ പുറത്തെടുത്താൽ സി മൈനസ് ഡി വെക്റ്റർ സി മൈനസ് ഡി ഈസ് ഈക്വൽ ടു 0. അവിടെ എന്താണ് ബി മൈനസ് എ ബി അല്ലേ? എ ബി വെക്റ്റർ ഡോട്ട് സി ഡി സി മൈനസ് ഡി എന്ന് വെച്ചാൽ ഡി സി അല്ലേ? വെക്റ്റർ ഡി സി ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ സി ഡി ലൈൻ അല്ലേ? ദെൻ സി ഡി അത് തന്നെ എ ബി ഡോട്ട് സി ഡി ഈക്വൽ ടു 0 ആണെങ്കിൽ തിരിച്ച് എ ബി ഡോട്ട് സി ഡി ഡി സിക്ക് പകരം മൈനസ് സി ഡി എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. മൈനസിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല ഇവിടെ. എ ബി ഡോട്ട് സി ഡി ഈസ് ഓൾസോ ഈക്വൽ ടു 0. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. Therefore സി ഡി വെക്റ്റർ സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ആര്? എ ബി. സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. മനസ്സിലായല്ലോ? വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഇത് നമ്മളെപ്പോഴും ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഒരു കോൺസിക്വൻസാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എ ഈക്വൽ ടു ഐ പ്ലസ് 2j പ്ലസ് 3k ആൻഡ് ബി ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് 4k. എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സിൻ്റെ ആംഗിൾ വാരിയേറ്റ് ചെയ്യുന്നത്? രണ്ട് വെക്ടേഴ്സിന് ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്നത്? ഫോമുല ഇത്രയേ ഉള്ളൂ. എ ഡോട്ട് ബി എ ഡോട്ട് ബിയുടെ ഫോമുല അനുസരിച്ച് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു നോം എ നോം ബി അല്ലെങ്കിൽ മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ. എനിക്ക് കോസ് തീറ്റ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ നോം ഓഫ് എ ഇൻറ്റു ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു നോം ഓഫ് ബി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇത് ചെയ്താൽ പോരെ? നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന എ എന്നുള്ള വെക്ടർ ആരാ? എ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 2j പ്ലസ് 3k. ബി എന്നുള്ള വെക്ടർ ആരാ? 2i പ്ലസ് 3j പ്ലസ് 4k. എ ഡോട്ട് ബി എടുക്കുമ്പോൾ എന്താ കിട്ടുക? 1 ഇൻറ്റു 2 2 പ്ലസ് 2 ഇൻറ്റു 3 6 3 ഇൻറ്റു 4 12 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. എന്താ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ? റൂട്ട് ഓഫ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെയുടെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. സോ 1 പ്ലസ് 4 പ്ലസ് 9 ഇൻറ്റു അല്ലേ ഇൻറ്റു റൂട്ട് ഓഫ് അടുത്തത് 2 സ്ക്വയർ 4 പ്ലസ് 9 പ്ലസ് 16 അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 12 14 20 20 ഡിവൈഡഡ് ബൈ റൂട്ട് എടുത്ത 10 14 റൂട്ട് 14 ഇൻറ്റു 20 റൂട്ട് 29 അല്ലേ? റൂട്ട് 14 ഇൻറ്റു 20 16 20 29 റൂട്ട് 14 ഇൻറ്റു റൂട്ട് 29. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 20 ഡിവൈഡഡ് ബൈ റൂട്ട് 14 ഇൻറ്റു റൂട്ട് 29. മനസ്സിലായല്ലോ? വളരെ എളുപ്പം. നിങ്ങൾ പ്ലസ് 2 മുതലേ പഠിക്കുന്ന ഐഡിയ ആണ്, എളുപ്പമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി പാരലോഗ്രാം വിത്ത് സൈഡ്സ് എ വെക്റ്റർ ഐ പ്ലസ് 2j പ്ലസ് 3k ആൻഡ് ബി വെക്റ്റർ 4i പ്ലസ് 5j പ്ലസ് 6k. ഓക്കെ, ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ.
അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന വെക്റ്റേഴ്സ് വെക്റ്റർ എയും വെക്റ്റർ ബിയും ആണെങ്കിൽ ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ്. ഇതൊരു ട്രയാങ്കിൾ ആയിരുന്നെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഹാഫ് ഇൻറ്റു മോഡുലസ് എ ക്രോസ് ബി എടുത്താൽ മതി. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ with adjacent vectors, adjacent side vectors a and b is half into modulus of എന്താ a cross b ആണ്. അതേസമയം ഏരിയ ഓഫ് പാരലോഗ്രാം ആണെങ്കിൽ ഏരിയ ഓഫ് പാരലോഗ്രാം ഈസ് ഈക്വൽ ടു വെറും മോഡുലസ് ഓഫ് എ ക്രോസ് ബി. ഇപ്പോൾ എയുടെയും ബിയുടെയും ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് മാഗ്നിറ്റ്യൂഡ് എടുത്ത് എന്ത് കിട്ടും? ഏരിയ ഓഫ് ദി പാരലോഗ്രാം കിട്ടും. സോ അതിനുവേണ്ടി ആദ്യം നമുക്ക് എ ക്രോസ് ബി കണ്ടുപിടിക്കാം. ഇവിടെ എന്താ എ ക്രോസ് ബി കണ്ടുപിടിക്കുന്ന മാർഗം? ഡിറ്റർമിനന്റ് അല്ലേ, ഐ ജെ കെ, എയുടെ കമ്പോണൻറ്റുകൾ കോയിഫിഷ്യൻ്റിൽ എടുത്ത് എഴുതുക 1 2 3, ബിയുടെ കോയിഫിഷ്യൻസ് എടുക്കുക 4 5 6. ഇത് ഓപ്പൺ ചെയ്താൽ ഐ വരുന്ന റോയിങ് കോളം പോയാൽ 2 × 6 12 മൈനസ് 15 മൈനസ് ജെ വരുന്ന റോയിങ് കോളം കളഞ്ഞ് 1 × 6 6 മൈനസ് 3 × 4 12 പ്ലസ് കെ വരുന്ന റോയിങ് കോളം കളഞ്ഞാൽ 1 × 5 5 മൈനസ് 2 × 4 8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12 മൈനസ് 15 മൈനസ് 3 ആണ് അല്ലേ, മൈനസ് 3i, 6 മൈനസ് 12 മൈനസ് 6 ആണ്, സോ പ്ലസ് 6j, ദെൻ 5 മൈനസ് 8 മൈനസ് 3 മൈനസ് 3k. അതാണ് എ ക്രോസ് ബിയുടെ വാല്യൂ. നമുക്ക് വേണ്ടത് ഏരിയ ആണ്, ഏരിയ ഓഫ് അല്ലേ, ഏരിയ ഓഫ് പാരലോഗ്രാം ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എ ക്രോസ് ബി. സോറി, ഹാഫില്ല, വെറും മോഡുലസ് ഓഫ് എ ക്രോസ് ബി. ട്രയാങ്കിൾ ആകുമ്പോഴാണ് ഹാഫ് വരിക, ഇത് പാരലോഗ്രാം ആയതുകൊണ്ട് വെറും മോഡുലസ് ഓഫ് എ ക്രോസ് ബി. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എ ക്രോസ് ബിയുടെ മോഡുലസ് എത്രയാണ്? മൈനസ് 3യുടെ സ്ക്വയർ പ്ലസ് 6ൻ്റെ സ്ക്വയർ പ്ലസ് മൈനസ് 3യുടെ സ്ക്വയർ. അതായത് xi പ്ലസ് yj പ്ലസ് zk വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് x² പ്ലസ് y² പ്ലസ് z² ആണ്. സോ റൂട്ട് ഓഫ് 9 പ്ലസ് 36 പ്ലസ് 9 എന്ത് കിട്ടും? 36 പ്ലസ് 9 45 54 റൂട്ട് 54. 54 എന്ന് വെച്ചാൽ 6 × 9 ആണ് അല്ലേ, 9ൻ്റെ റൂട്ട് 3 റൂട്ട് 6 അല്ലേ, യെസ് 3 റൂട്ട് 6 യൂണിറ്റ് സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ ആണല്ലോ, അതും വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഷോ ദാറ്റ് ഇഫ് എ ഈസ് ഈക്വൽ ടു വെക്ടർ ബി പ്ലസ് ലാംഡ സി ഫോർ സം സ്കെയിലാർ ലാംഡ ദെൻ എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് സി ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ചോദ്യമാണ്. തന്നിരിക്കുന്ന എ എന്നുള്ള വെക്ടർ ആരാ? വെക്ടർ എ ഈസ് ഈക്വൽ ടു വെക്ടർ ബി പ്ലസ് ലാംഡ ടൈംസ് വെക്ടർ സി ആണ്. നമുക്ക് എ ക്രോസ് സി ഈക്വൽ ടു ബി ക്രോസ് സി എന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എ ക്രോസ് സി എടുക്കുകയാണ്. എന്താ എ ക്രോസ് സിയിലെ എ? ബി പ്ലസ് ലാംഡ സി ആണ് എ ക്രോസ് സിയിലെ എ. ക്രോസ് പ്രോഡക്റ്റ് വിത്ത് സി എന്ത് തന്നെ? സി തന്നെ. ഈ വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കേണ്ടത് നമ്മുടെ സാധാരണ നമ്പേഴ്സ് മൾട്ടിപ്ലൈ പോലെ 2 × 3 3 × 2 വെക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഈക്വൽ അല്ല. ഡോട്ട് പ്രോഡക്റ്റ് ആണെങ്കിൽ ഈക്വൽ ആണ്, എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും. പക്ഷേ എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ അല്ല. എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ ആണ്. എന്നുവെച്ചാൽ ഓർഡർ തിരിഞ്ഞാൽ ഒരു നെഗറ്റീവും കൂടെ വരുമെന്ന് മനസ്സിലാക്കണം. എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ. അതോട് ഉപയോഗിക്കേണ്ടി വരത്തില്ല, എന്നിരുന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം ഈ സി വെച്ചവനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ഫസ്റ്റ് ബി ഇൻറ്റു അല്ലെങ്കിൽ ബി ക്രോസ് സി, ഫസ്റ്റത്തെ ടൈം ബി ക്രോസ് സി, അത് കഴിഞ്ഞ് പ്ലസ്, ഇനി ലാംഡ സി കൊണ്ട് സിയെ ക്രോസ് ചെയ്യണം. വെക്ടേഴ്സ് തമ്മിലേ ക്രോസ് പ്രോഡക്റ്റ് ഉള്ളൂ, നമ്പറും വെക്ടറും തമ്മിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്പറിനെ അങ്ങ് മാറ്റി, ലാംഡ എന്ന് പറയുന്ന സ്കെയിലാർ, നമ്പറിനെ അങ്ങ് മാറ്റിയിട്ട് സി ക്രോസ് സി ചെയ്തു. സി ക്രോസ് സി 0 ആണ്. സോ ആൻസർ എന്ത് കിട്ടും? ബി ക്രോസ് സി. ഇവിടെ നമുക്ക് ആ പ്രോപ്പർട്ടി ഉപയോഗിക്കേണ്ടി വന്നില്ല, എന്നിരുന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ അല്ല, ഇത് നെഗറ്റീവേ ഈക്വൽ ആവത്തുള്ളൂ. എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ. മനസ്സിലാണല്ലോ? ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഈ സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ബേസ് ഉള്ള ചോദ്യമാണ്. സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്, സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ബോക്സ് പ്രോഡക്റ്റ്. സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബോക്സ് പ്രോഡക്റ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ബോക്സ് പ്രോഡക്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി, ബോക്സ്. ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ എ ഡോട്ട് ബി ക്രോസ് സി എന്നാണ് ഡെഫിനേഷൻ. ബിയും സിയും കൂടെ ക്രോസ് എടുത്തിട്ട് കിട്ടുന്ന ആൻസറിന് എ വെച്ച് എന്ത് ചെയ്യുക? ഡോട്ട് ചെയ്യുക. എ ഡോട്ട് ബി ക്രോസ് സി. ഇവൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ ഇംപ്ലിക്കേഷനാണ് വോളിയം ഓഫ് ദി പാരലോ പൈപ്ഡ്. ഈ പാരലോ പൈപ്ഡ് എന്ന് വെച്ചാൽ നമ്മുടെ പാരലോഗ്രാം ഇല്ലേ,
അവൻ്റെ ഒരു 3D ഫിഗറാണ്, അല്ലെങ്കിൽ അവൻ്റെ ഒരു സോളിഡ് ഫിഗറാണ് പാരലോ പൈപ്പ്ഡ്. നമ്മുടെ ക്യൂബും അതുപോലെ ക്യൂബോയിഡ് എന്നൊക്കെ പറയും പോലെ പാരലോ പൈപ്പ്ഡ് എന്ന് വെച്ചാൽ പാരലോഗ്രാമിൻ്റെ 3 ഡയമെൻഷണൽ ഫിഗറാണ്. ഇവൻ്റെ അഡ്ജസൻറ്റ് വെക്ടേഴ്സ് എയും ഒരു ബിയും ഒരു സിയും ആണെങ്കിൽ, അഡ്ജസൻറ്റ് സൈഡ്സിലെ വെക്ടേഴ്സ് എയും ബിയും സിയും ആണെങ്കിൽ, ഈ പാരലോ പൈപ്പ്ഡിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നത് ഈ ബോക്സ് പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. വോളിയം ഓഫ് ദി പാരലോ പൈപ്പ്ഡ്, വോളിയം ഓഫ് ദി പാരലോ പൈപ്പ്ഡ്, പാരലോ പൈപ്പ്ഡ് ഈസ് ഈക്വൽ ടു ബോക്സ് പ്രോഡക്റ്റ് എ ബി സി. ബോക്സ് പ്രോഡക്റ്റ് എ ബി സി ഉപയോഗിച്ചാണ് എയും ബിയും സിയും അഡ്ജസൻറ്റ് സൈഡുകളാണെങ്കിൽ, സൈഡിലെ വെക്ടറുകളാണെങ്കിൽ ഇതാണ് ഫോർമുല. ഈ ബോക്സ് എ ബി സി കണ്ടുപിടിക്കാൻ വേറൊരു മാർഗ്ഗമുണ്ട് എളുപ്പത്തിൽ. ഇതുപോലെ എ ഡോട്ട് ബി ക്രോസ് എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പകരം ഡിറ്റർമിനൻറ്റ് എയുടെ കമ്പോണൻറ്റുകളെ എടുത്ത് എഴുതുക. ഇവിടെ എയുടെ കമ്പോണൻറ്റുകൾ ആരൊക്കെയാണ്? കമ്പോണൻറ്റ് മീൻസ് കോഎഫിഷ്യൻസ് 1, 2, 3. ബിയുടെ കമ്പോണൻസ് എല്ലാം എടുത്തെഴുതുക 4, 5, 6. സിയുടെ കമ്പോണൻസ് എല്ലാം എടുത്തെഴുതുക 7, 8, 10. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് അങ്ങ് വാല്യുവേറ്റ് ചെയ്താൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9. സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് ഡിറ്റർമിനൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 × 50 - 48 - 2 × 2 വരുന്ന റോയിങ് കോളം പോയാൽ 40 - 42 + 3 × 3 വരുന്ന റോയിങ് കോളം പോയാൽ 32 - 35. സിംപ്ലിഫൈ എന്താ കിട്ടുക? 50 - 48 2, 40 - 42 -2 + 4, then 32 - 35 എത്രയാണ്? 32 - 35 -3, -3 × 3 -9. സോ 6 - 9 which is equal to എത്ര കിട്ടും? -3 കിട്ടും. പക്ഷേ വോളിയം പോസിറ്റീവായിട്ട് എഴുതാൻ പാടുള്ളൂ. സോ 3. ഇത് മൈനസ് കിട്ടാൻ കാരണം ഈ നമ്മൾ എടുക്കുന്ന ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടി അറിയാലോ, ഏതെങ്കിലും രണ്ട് റോകൾ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താൽ ഡിറ്റർമിനൻ്റ് ആൻസർ നെഗറ്റീവ് ആവും. അപ്പോൾ നമ്മൾ എടുത്ത ഓർഡർ ശരിയല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ -3 ആൻസർ കിട്ടിയത്. പക്ഷേ വോളിയത്തിൻ്റെ ആ ന്യൂമറിക്കൽ വാല്യൂ എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. അപ്പോൾ ഇതാണ് വോളിയം ഓഫ് ദി പാരലോ പൈപ്പ്ഡ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ സ്ട്രൈറ്റ് ലൈൻ ആൻഡ് പ്ലെയിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സ്ട്രൈറ്റ് ലൈൻ ആൻഡ് പ്ലെയിൻ. നമ്മുടെ ഈ 3Dയിൽ ഒരു സ്ട്രൈറ്റ് ലൈനെ, നമ്മുടെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ സ്ട്രൈറ്റ് ലൈനിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ നമുക്ക് ആവശ്യം സ്ട്രൈറ്റ് ലൈൻ പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റും ഈ സ്ട്രൈറ്റ് ലൈനിന് പാരലായിട്ട് കിടക്കുന്ന ഒരു വെക്ടറുമാണ്. ഈ രണ്ട് ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു സ്ട്രൈറ്റ് ലൈനിനെ 3Dയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ എ എന്നുള്ള പോയിന്റിനെ ഒറിജിൻ, ഇപ്പോൾ നമ്മുടെ എക്സ് വൈ ആക്സിസ്, എക്സ് വൈ സെഡ് സ്പേസിൻ്റെ ആക്സിസ് വരയ്ക്കുമ്പോൾ ഒറിജിനിൽ നിന്ന്, ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് വിചാരിക്കുക, ഒറിജിനിൽ നിന്ന് എയിലേക്കുള്ള പൊസിഷൻ വെക്ടർ, ഒറിജിനിൽ നിന്ന് എയിലേക്കുള്ള പൊസിഷൻ വെക്ടർ ഒരു എ ആണെന്ന് വിചാരിച്ചോ. പാരൽ വെക്ടർ ബി ആണെങ്കിൽ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻ ഓഫ് ദി ലൈൻ എഴുതുന്നത്, ഇക്വേഷൻ ഓഫ് ദി ലൈൻ എഴുതുന്നത് ഇങ്ങനെയാണ്: R is equal to A plus A vector plus lambda b. ഇതാണ് ഫോം. R is equal to A vector plus lambda b, ഇക്വേഷൻ ഓഫ് ദി ലൈൻ. അത് ലാംഡയെ വിളിക്കുന്ന പേരാണ് പാരാമീറ്റർ. ഈ പാരാമീറ്ററിന്റെ വാല്യൂ -∞ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇതിൽ അറിഞ്ഞൂടാത്ത ഒരാൾ ഒരു R മാത്രമാണ്. ബാക്കി A എന്താണെന്ന് പറഞ്ഞു, ലാംഡ എന്താണെന്ന് പറഞ്ഞു, B എന്താണെന്ന് പറഞ്ഞു. ഈ R എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലൈനിലെ ഒരു ജനറൽ പോയിന്റ് P എടുത്താൽ, P XYZ ഇല്ലേ, അവൻ്റെ ഒറിജിനിൽ നിന്നുള്ള പൊസിഷൻ വെക്ടറാണ് R. ഒറിജിനിൽ നിന്ന് ഈ P വരെയുള്ള പൊസിഷൻ വെക്ടറാണ് R. സോ R is equal to A plus lambda b. ഇതാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ പിടിക്കാൻ ഒരു പോയിന്റും വേണം, ആ ലൈനിന് പാരലായിട്ട് കിടക്കുന്ന വെക്ടറും വേണം. R is equal to A plus lambda b. ഇനി പറയാനുള്ള പ്ലെയിനാണ്. ഒരു പ്ലെയിനിനെ നമ്മൾ യുണീക്കായിട്ട് നമ്മൾ 3Dയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒരു പ്ലെയിനിനെ യുണീക്കായിട്ട് നമ്മൾ ബൗണ്ട് ചെയ്ത് വരയ്ക്കുമെങ്കിലും ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ബൗണ്ട് ചെയ്ത് വരയ്ക്കുന്നേ ഉള്ളൂ. ഒരു പ്ലെയിനിനെ യുണീക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ആൾക്കാരാണ് വേണ്ടത്. ഒന്ന് പ്ലെയിനിന് നോർമൽ, പ്ലെയിനിൻ്റെ ഒരു പെർപെൻഡിക്കുലർ വെക്ടർ അല്ലെങ്കിൽ നോർമൽ വെക്ടർ എന്നും, മറ്റൊന്ന് പ്ലെയിനിൽ കിടക്കുന്ന ഒരു പോയിന്റ് പിയും അല്ലെങ്കിൽ ഒരു എ എന്ന മറ്റോ കൊടുത്താൽ, ഈ രണ്ട് ആൾക്കാരാണ് പ്ലെയിനിനെ യൂണിറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടത്. മനസ്സിലായോ? അതിൽ പ്ലെയിനിൻ്റെ ഈ നോർമൽ ഉണ്ടല്ലോ, നോർമലിനെ ഞാനൊരു AI പ്ലസ് BJ പ്ലസ് CK എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, AI പ്ലസ് BJ പ്ലസ് CK എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഈ എ എന്നുള്ള പോയിന്റിൻ്റെ കോർഡിനേറ്റ്സിനെ x1 y1 z1 എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ പ്ലെയിനിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? വളരെ എളുപ്പമാണ്. ഈ എയും ഈ ബിയും സിയും കൂടെ എടുത്ത് AX പ്ലസ് BY പ്ലസ് CZ പ്ലസ് D എന്ന് എഴുതുക, ഈക്വൽ ടു 0.
അതിൽ എ അറിയാം, ബി അറിയാം, സി അറിയാം, ഡി നമുക്കറിയത്തില്ല. എന്നിട്ട് ആ ഡി എന്ന് പറയുന്ന പോയിന്റ്, ആ ഡി എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി x1 y1 z1 എടുത്ത് എന്ത് ചെയ്യുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ പ്ലെയിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇതാണ്. നോർമൽ വെക്ടർ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ആണ് എങ്കിൽ AX പ്ലസ് BY പ്ലസ് CZ പ്ലസ് ഒരു ഡിയും കൂടെ ചേർത്ത് എഴുതുക. ആ ഡി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ പോയിന്റ് x1 y1 z1 ഉപയോഗിക്കാം. ആ x1 y1 z1 എടുത്ത് നമ്മുടെ പ്ലെയിൻ്റെ ഇക്വേഷനിൽ ഇടുമ്പോൾ ഡിയുടെ വാല്യൂ കിട്ടും. അതിനാണ് ഈ പോയിന്റ് ആവശ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പ്ലെയിനിന് നമുക്ക് യുണീക്കായിട്ട് ഒരു നോർമൽ വെച്ച് ഒരു നോർമൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലെയിനിന് ഒരു നോർമലിന് ഒരു പ്ലെയിൻ മാത്രമല്ല, ഇങ്ങനെ വരുന്ന പ്ലെയിനുകളെല്ലാം ഈ നോർമലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലെയിനുകളാണ്. അതുകൊണ്ട് തന്നെ പ്ലെയിനിന് നോർമൽ മാത്രം പോരാ, ആ പ്ലെയിൻ ഇരിക്കുന്ന ഒരു പോയിന്റ് വേണം. അപ്പോൾ ആ പോയിന്റ് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഇവനെ തന്നെ ഇങ്ങനെ എഴുതാം കേട്ടോ. ഇങ്ങനെ എഴുതാം. നോക്കിയേ, ഇതിൽ ഈ x, y, z ഉണ്ടല്ലോ, അതാണ് r is equal to ഈ x, y, z പൊസിഷൻ വെക്ടർ r is equal to എങ്ങനെ എഴുതുക, xi പ്ലസ് yj പ്ലസ് zk. നിങ്ങൾക്കറിയാം, ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ കിട്ടാൻ വേണ്ടി ആ പോയിന്റിന്റെ കൂടെ iയും jയും kയും കൊടുത്താൽ മതി. അപ്പോൾ ഈ ax പ്ലസ് by പ്ലസ് cz പ്ലസ് d ഈക്വൾ ടു 0 ഉണ്ടല്ലോ, അവനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് r ഡോട്ട് n വെക്ടർ ഇസ് ഈക്വൾ ടു d എന്ന് എഴുതാം. r ഡോട്ട് n വെക്ടർ ഇസ് ഈക്വൾ d. വേണമെങ്കിൽ വേണമെങ്കിൽ മൈനസ് ഡി എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. r ഡോട്ട് n ഇസ് ഈക്വൾ ഡി. ഇവിടെ നിന്ന് ഡീനെ എടുത്തങ്ങ് റൈറ്റ് സൈഡിൽ കൊണ്ട് ഇവരിങ്ങനെ മാറ്റിയാൽ മതി. അതായത് ax പ്ലസ് by പ്ലസ് cz എന്ന് എഴുതിയിട്ട് മൈനസ് ഡി അപ്പുറത്ത് കൊണ്ടുപോവുക. എന്നിട്ട് ഇതിനെ r ഡോട്ട് n ഇസ് ഈക്വൾ ടു d മൈനസ് ഡി എന്ന് എഴുതിയാലും മതി. ഇങ്ങനെ പ്ലെയിനെ റെപ്രസെന്റ് ചെയ്യാം. അതായത് ഒരെണ്ണം കാർട്ടീഷ്യൻ ഫോം, ഇതിനെ വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ. ഇതാണ് കാർട്ടീഷ്യൻ ഫോം. ഈ താഴെ എഴുതിയിരിക്കുന്നതാണ് വെക്റ്റർ ഫോം. വെക്റ്റർ ഫോം അതിൻ്റെ ഷോർട്ട് രീതിയാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് എയും ബിയും സിയും എടുക്കുക, എക്സും വൈ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു ഡിയും കൂടെ കൊടുത്ത് ഈക്വൾ ടു 0. ഡി കണ്ടുപിടിക്കാൻ വേണ്ടി പോസിറ്റീവോ നെഗറ്റീവോ ആവാം, അത് ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ മെത്തേഡ്. ഓക്കെ, ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് ദി ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ടു പ്ലെയിൻസ് x പ്ലസ് 3y മൈനസ് z ഈക്വൾ ടു 5 ആൻഡ് 2x മൈനസ് 2y പ്ലസ് 4z ഈക്വൾ ടു 3. അതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം ഇവിടെ ആവശ്യമാണ് കേട്ടോ. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു എ എന്നുള്ള വെക്ടറും അതുപോലെ വേറൊരു വെക്ടർ ബിയും, ഒരു ബി എന്ന് പറയുന്ന വെക്ടറുണ്ട്. ഈ രണ്ട് വെക്ടേഴ്സ് ലൈ ചെയ്യുന്ന പ്ലെയിൻ, ഈ പ്ലെയിൻ ഒരു പൈ ആണെങ്കിൽ ഈ എയുടെയും ബിയുടെയും ക്രോസ് പ്രോഡക്റ്റ് എടുത്താലേ എ ക്രോസ് ബി എന്ന് പറയുന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ അത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ആയിരിക്കും. എ ക്രോസ് ബി ഈസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. രണ്ട് വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ള വെക്ടർ കിട്ടാൻ വേണ്ടി ആ രണ്ട് വെക്ടേഴ്സിന് എന്ത് ചെയ്താൽ മതി? ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ എയും ബിയും ഒരു പ്ലെയിനിൽ കിടക്കുന്ന വെക്ടർ ആണെങ്കിൽ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ കിട്ടാൻ വേണ്ടി എയുടെയും ബിയുടെയും എന്ത് കണ്ടുപിടിച്ചാൽ മതി? ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതോടെ മനസ്സിലാക്കിയാലും നമുക്ക് ഈ പ്രോബ്ലത്തിലോട്ട് കിടക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലോട്ട് വരാം. ഇതെല്ലാം നോട്ട് എഴുതി പഠിക്കണം, വിശദമായി പഠിക്കുക. സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എടുക്കേണ്ടി വരിക. മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നത് അതുകൊണ്ടാണ്. നോക്കി, നമുക്കിവിടെ രണ്ട് പ്ലെയിനുകൾ അറിയാം. എക്സ് പ്ലസ് 3y മൈനസ് ഇസഡ് ഈക്വൾ ടു 5. എക്സ് പ്ലസ് 3y മൈനസ് എന്താ ഇസഡ് ഇസ് ഈക്വൾ ടു 5 മൈനസ് ഇസഡ് ഇസ് ഈക്വൾ ടു 5ഉം മറ്റൊരു പ്ലെയിന് 2x മൈനസ് 2y പ്ലസ് 4z ഈക്വൾ ടു 3. നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, രണ്ട് പ്ലെയിനുകളുണ്ട്. എടാ, ഈ പ്ലെയിനിൻ്റെ നോർമൽ വെക്ടർ നമ്മളിവിടെ ആർ ഡോട്ട് എൻ ഇസ് ഈക്വൾ ടു, ഇതാണ് ഫോമുല, ആർ ഡോട്ട് എൻ ഇസ് ഈക്വൾ ടു ഡിയിൽ എൻ ആണ് നമ്മുടെ ഈ നോർമൽ വെക്ടർ അല്ലേ. അപ്പോൾ ആദ്യത്തെ പ്ലെയിനിൻ്റെ നോർമൽ വെക്ടർ n1 എടുത്ത് എന്താ കിട്ടുക? അതൊന്നുമില്ല, എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോയിഫിഷ്യൻറ്റുകളാണ് ആ വെക്ടറിൻ്റെ കമ്പോണൻറ്റുകൾ. ഇവിടെ അതല്ലേ സംഭവിച്ചത്? ഈ വെക്ടറിൻ്റെ എയും ബിയും സിയും എടുത്തിട്ടാണ് നമ്മൾ എക്സും വൈ ഇസഡും ഇട്ടത്. അതുകൊണ്ട് തന്നെ ഈ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പേഴ്സാണ് n1ൻ്റെ എന്ത് ആ വെക്ടർ കമ്പോണൻറ്റുകൾ. സോ 1i പ്ലസ് 3j മൈനസ് k ആണ് n1. അതുപോലെ n2 വെക്ടർ ഇസ് ഈക്വൽ ടു 2i മൈനസ് 2j പ്ലസ് 4k. നമ്മുടെ ചോദ്യം ഈ രണ്ട് പ്ലെയിനും കൂടെ ഈ രണ്ട് പ്ലെയിനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യണേ. ഇത് ആദ്യത്തെ പ്ലെയിൻ, ഇത് രണ്ടാമത്തെ പ്ലെയിൻ. ഈ രണ്ട് പ്ലെയിനോട് ഇൻ്റർസെക്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇവനും ഒരു നോർമൽ ഉണ്ടാവും, ഇവനും ഒരു നോർമൽ ഉണ്ടാവും. ഈ രണ്ടുപേരുടെയും നോർമലുകളാണ് ഞാൻ വരച്ചേക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഫിഗറായിട്ട് ആലോചിച്ചാൽ ഇവിടെ ഇത് രണ്ട് പ്ലെയിനുകളാണെന്ന് വിചാരിക്കും. ഈ പ്ലെയിനുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ഈ പ്ലെയിനിൻ്റെ നോർമലുകളാണ് ഒരെണ്ണം ഇത്, പിന്നെ അല്ലാതെ ഒരെണ്ണോടെ ഞാൻ കാണിക്കാം. ഒരു നോർമലൂടെ ഞാൻ കാണിക്കാം. നോക്കി,
നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഒരു നോർമലൂടെ ഒരു പ്ലെയിനും കൂടി ഇവിടെ വെച്ചേക്കാണെന്ന് വിചാരിച്ചോ. ഈ രണ്ട് പ്ലെയിനുകൾ ഇൻ്റർസെക്ട് ചെയ്യുന്ന ആ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ആരാ? ഈ രണ്ട് പ്ലെയിനുകളുടെ എഡ്ജ് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ. അവൻ്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ, ആ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ. അത് കിട്ടാൻ വേണ്ടിയേ ഇതാണ്ട് ഈ വെക്ടറിൻ്റെയും ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് അടുത്ത വെക്ടർ വരുമല്ലോ, ആ വെക്ടറിൻ്റെ കൂടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ ഈ രണ്ട് വെക്ടറൂടെ ലൈ ചെയ്യുന്ന പ്ലെയിനിന് എന്ത് കിട്ടും? പെർപെൻഡിക്കുലർ കിട്ടും. ആ പെർപെൻഡിക്കുലർ തന്നെയല്ലേ ലൈനിൻ്റെയും ഡയറക്ഷൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് പ്ലെയിൻ 1, ഇത് പ്ലെയിൻ 2, രണ്ട് പ്ലെയിനോട് ഇങ്ങനെ മീറ്റ് ചെയ്യാണ്. ആ പ്ലെയിനുകളുടെ ഇന്റർസെക്ഷനിലുള്ള ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ, അതിന്റെ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടി ഈ N1-ൻ്റെയും N2-ൻ്റെയും എന്തെടുത്താൽ മതിയാവും? ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതിയാവും. ഇപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അവർ രണ്ട് ലൈ ചെയ്യുന്ന പ്ലെയിനിന് എന്ത് കിട്ടും? ആ രണ്ട് പ്ലെയിനുകൾ, ആ രണ്ട് വെക്ടേഴ്സ്. അതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതാണ് N1, ഇതാണ് N2. N1 N2-ൻ്റെയും ലൈ ചെയ്യുന്ന ആ പ്ലെയിനിന്റെ N1 N2 ക്രോസ് എടുത്തു കഴിഞ്ഞാൽ ഈ വെക്ടർ കിട്ടും. ആ വെക്ടർ ആർക്ക് പാരലാണ്? ലൈൻ ഓഫ് ഇന്റർസെക്ഷന് പാരലാണ്. സോ നമ്മുടെ ആവശ്യം N1 ക്രോസ് N2 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഈസ് എന്താ? ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഈസ് ഈക്വൽ ടു N1 ക്രോസ് N2 which is equal to ഡിറ്റർമിനന്റ് എന്താ? I, J, K. ആരാണ്ട N1-ൻ്റെ കമ്പോണൻറ്റുകൾ 1, 3, -1, 2, -2, 4. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ I വരുന്ന റോയിങ് കോളം പോയാൽ 12 -2 10 -J വരുന്ന റോയിങ് കോളം പോയാൽ 4 + 2 6 K വരുന്ന റോയിങ് കോളം പോയാൽ -2 -6 -8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10I -6J -8K. ഇതിനാണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. കാരണം ഇതിപ്പോൾ നീളം കൂടിയ വെക്ടർ ആയിരിക്കും, അതിനൊന്ന് നീളം കുറച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ നോർമലി എങ്ങനെയാണ് നമ്മളൊരു പ്ലെയിനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നും ഒരു ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി എന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ ആലോചിച്ചാൽ മതി. നോർമൽ എന്ന് വെച്ചാൽ ഈ പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ ആണ്. ഈ രണ്ട് പ്ലെയിനുകളുടെ പെർപെൻഡിക്കുലറുടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് ആ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ്റെ പാരലൽ വെക്ടർ കിട്ടും. അതാണ് നമുക്ക് ആവശ്യം. ഓക്കെ.